ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഗുഡ് ആഫ്റ്റർനൂൺ ആകാറായി കേട്ടോ. വീഡിയോ ഒക്കെ വെച്ച് ലേറ്റായിപ്പോയി. നമ്മളിന്ന് കഞ്ഞി മാത്രമാണ് നമ്മുടെ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ റോക്കറ്റ് അടുപ്പാണ്. ബട്ട് ഞാൻ ഇതിനകത്തെ ഈ ഒരു ചെറിയ പീസ് കല്ല് കണ്ടോ, ഈ ഒരു കല്ല് വെച്ചുകൊണ്ട്, അതായത് ഈ സെൻറ്ററിൽ കൂടെ ഉള്ളൊരു വലിയൊരു കല്ല് ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് മാറ്റിയിട്ട് ഇത് വെച്ചു. അപ്പോൾ നമുക്ക് ഫുള്ള് ഓപ്പൺ ആയി കിട്ടി ഈ ഏരിയ. അപ്പോൾ നമുക്ക് വലിയ വലിയ വിറകുകളൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കലത്തിൽ ഫുള്ള് കരി പിടിക്കും. മറ്റേ ബുള്ളറ്റ് അടുപ്പിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ഒരു കട്ട വരുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും കരി ഈ ഏരിയയിലേക്കൊന്നും പിടിക്കത്തില്ല. അത്രേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വലിയ വിറകുകളായിരുന്നുകൊണ്ട്, ഇപ്പോഴാണ് ചെറിയ വിറക് കയറി വെച്ചത്. അതിന് മുന്നേക്ക് വെച്ചിരുന്നത് വലിയ വിറകുകളായിരുന്നു. അപ്പം കയറില്ല, ഇത് ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ട് കയറില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കട്ടം മാറ്റി ഇങ്ങനെ വെച്ചത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് കുഴപ്പമില്ല കേട്ടോ. എല്ലാം നോർമലി തന്നെ തീ കത്തുകയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കഞ്ഞി ഏകദേശം വേകാറായിട്ടുണ്ട്. ഇന്ന് വേറെ ഒന്നും തന്നെ ഞാൻ ഇവിടെ ഇട്ടില്ല, കാരണം നമ്മുടെ മറ്റേ അടുപ്പൊക്കെ കത്തിക്കാതെ വെച്ചേക്കാണ്. കഞ്ഞി മാത്രമേ അടുപ്പ് വെച്ചുള്ളൂ. കറികളൊക്കെ സത്യം പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ കുറച്ച് കറി മീൻകറിയൊക്കെ മിച്ചമുണ്ട്. പിന്നെ ഓരോ തോരനും മോരും ഒക്കെ വെച്ചാൽ മതിയായിരുന്നു. അത് ഞാൻ അകത്ത് ഗ്യാസിൽ തന്നെ വെച്ചു. അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഗ്യാസ് ബുക്കായിട്ടുണ്ട്. ഒരു 3 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. എന്നാലും ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് തന്നെ ഞാൻ കഞ്ഞി വെക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് ഈ അടുപ്പിൽ വെക്കുന്നത്. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 27 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഓക്കെ, ബൈ ബൈ.